കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന് സൂര്യാതപമേറ്റു. പരപ്പൻപൊയിൽ സ്വദേശി സുജേഷാണ് പൊള്ളലേറ്റത്. വിവരങ്ങളുമായി അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജി, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിവരങ്ങൾ. ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇന്നലെയാണ് ഈ ആശാരിപ്പണിക്കാരനായ താമരശ്ശേരി പരപ്പൻപൊയിൽ സുജേഷിന് പൊള്ളലേറ്റത്. ഈ സുജേഷ് പറയുന്നതനുസരിച്ച് ഈ വളരെ കുറച്ച് സമയം മാത്രമാണ് വെയിൽ കൊണ്ടത്, വളരെ ചെറിയൊരു സമയം മാത്രമാണ് വെയിൽ കൊണ്ടതെന്നാണ് പറയുന്നത്. രാത്രിയിലൂടെ ഇദ്ദേഹത്തിന് കടുത്ത ദേഹാസ്വാസ്ഥ്യം അടക്കം അനുഭവപ്പെടുകയും വലിയ തരത്തിലുള്ള ശരീരമാകെ എരിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇയാൾ താമരശ്ശേരിയിലെ താലൂക്ക് ആശുപത്രിയിലെത്തി ചികിത്സ തേടിയത്. അങ്ങനെയാണ് സൂര്യതാപമാണ് എന്ന് മനസ്സിലായതെന്നാണ് സുജേഷ് പറയുന്നത്. വലിയ തലത്തിലുള്ള ചൂടാണ് ഈ കോഴിക്കോടും പരിസര പ്രദേശത്തുമൊക്കെ അനുഭവപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ദുരനുഭവം നേരിടേണ്ടി വരുന്നത്. ഇന്നലെയാണ് അദ്ദേഹത്തിന് സൂര്യതാപമേറ്റത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, അജി കുഞ്ഞുമോനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇന്നലെ മലപ്പുറത്ത് ഒരു കുഞ്ഞിന്, മെനിഞ്ഞാന്ന് മലപ്പുറത്ത് ഒരു കുട്ടിക്ക്, അതിനു മുമ്പും ഒക്കെ സൂര്യാതപം ഏൽക്കുന്ന ഇത്തരത്തിൽ പൊള്ളിച്ച് കുമള പോലെ വരുന്ന കുറേയധികം പേരുടെ വാർത്തകൾ നമ്മളിപ്പോൾ ഈ ദിവസം കേൾക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ വാർത്തകൾ കേട്ടങ്ങ് വിടുക എന്നുള്ളതല്ല, സൂക്ഷിക്കുക എന്നുള്ളതാണ്. 10 മുതൽ 3 വരെയുള്ള വെയിൽ കൊള്ളരുത് എന്ന് കർശനമായി തന്നെ പറയുന്നുണ്ട്. അത് സൂര്യൻ്റെ കാഠിന്യം കൊണ്ട് മാത്രമല്ല, UV തോതടക്കം കൂടുതലാണ്. മറ്റു വർഷങ്ങൾക്ക് അത് വഴിവെച്ചേക്കുമെന്നുള്ളത് കൊണ്ടുകൂടിയാണ്. എല്ലാവർക്കും 10 മണി മുതൽ 3 മണി വരെ വീടിനകത്തിരിക്കാൻ പറ്റും എന്ന് മൗഢ്യമില്ല. പക്ഷെ പുറത്തിറങ്ങി ജോലി ചെയ്യേണ്ടി വരുന്നവർ, കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നവർ കൃത്യമായും അതിലുള്ള ജാഗ്രതയും പരമാവധി വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക എന്നത് ശ്രദ്ധിക്കണം, അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.